2020 ലോകകപ്പ് സൂപ്പർ 8-ൽ സിംബാബ്വേക്ക് എതിരെ ഭാരതത്തിന് ബാറ്റിംഗ്. ടോസ് നേടിയ സിംബാബ്വെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. സഞ്ജു ടോപ്പ് ഓർഡറിൽ കളിച്ചേക്കും. ഓപ്പണറായോ മൂന്നാം നമ്പറിലോ സഞ്ജു കളിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജ് ചേരുകയാണ്. കൃഷ്ണരാജ്, ഏവരും ഉറ്റുനോക്കുന്ന മത്സരമാണ് ഇന്ന് നടക്കുന്നത്. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ സിംബാബ്വേക്കെതിരെ ഭാരതത്തിന് ബാറ്റിംഗ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അടിച്ചു കയറാനുള്ള അവസരമാണ്. ടോസ് നേടിയ സിംബാബ്വെ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നല്ലോ. സഞ്ജു ടോപ്പ് ഓർഡറിൽ കളിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതിൻ്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? സഞ്ജുവിൻ്റെ പ്രകടനം ഇന്ന് ഏറെ ശ്രദ്ധേയമായിരിക്കുമല്ലോ കൃഷ്ണരാജ്. വിനോദ്, രോഹിണി, ഏറ്റവും സന്തോഷം ബാറ്റിംഗിന് ഇറങ്ങുന്നതോ സഞ്ജു കളിക്കുന്നതോ അല്ല. അതിനും മുൻപേ നമ്മൾ സന്തോഷിക്കേണ്ടത് ദക്ഷിണാഫ്രിക്ക ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അനായാസ വിജയമാണ് ദക്ഷിണാഫ്രിക്ക നേടിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇനി 2 മത്സരങ്ങൾ ജയിച്ചാൽ മതിയാകും സെമിയിലേക്ക് മുന്നേറാൻ. ഇനി റൺ റേറ്റ് ഒന്നും നോക്കിയിരിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും സിംബാബ്വെക്കെതിരെ ഇന്ന് ജയിക്കുക, വെസ്റ്റ് ഇൻഡീസിന്റെ അടുത്ത മത്സരത്തിൽ തോൽപ്പിക്കുക. അപ്പോൾ 4 പോയിന്റുമായി കയറാം. കാരണം സിംബാബ്വെക്ക് ഇതുവരെ പോയിന്റൊന്നുമില്ല. വെസ്റ്റ് ഇൻഡീസിനാകട്ടെ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. അത് സിംബാബ്വെ തോൽപ്പിച്ച പോയിന്റാണ്. സ്വാഭാവികമായും ഈ 2 മത്സരങ്ങൾ ജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിലെത്താം എന്നൊരു സന്തോഷ വാർത്തയാണ് ആദ്യം പറയുന്നത്. മറ്റൊന്ന്, സഞ്ജു കളിക്കുന്നു എന്നത്. സഞ്ജുവിന് ഇന്ന് കൂടുതൽ റോൾ നൽകുകയാണ് സൂര്യകുമാർ യാദവ്. കാരണം വിക്കറ്റ് കീപ്പർ സഞ്ജു ആണ് എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഓപ്പണറായോ മൂന്നാം നമ്പറിലോ കളിക്കാൻ ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ക്രിക്കിൻഫോയുടെ വെബ്സൈറ്റിലൊക്കെ സഞ്ജുവിനെയാണ് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ബാറ്ററായി വച്ചിരിക്കുന്നതിന് കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ പുറത്താക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനെ വളരെ പെട്ടെന്ന് പുറത്താക്കാൻ എതിരാളികൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സഞ്ജുവിനെ ഇന്ന് ഓപ്പണറാക്കിക്കൊണ്ട് ഒരു റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 1 ഡൗണായി ഇഷാൻ കിഷൻ വരും, 2nd ഡൗണായി തിലക് വർമ്മ വരും. അപ്പോൾ സഞ്ജു ക്രീസിൽ നിൽക്കുന്നത് ഗുണം ചെയ്യും. പക്ഷേ സഞ്ജു തന്നെയായിരിക്കും സ്ട്രൈക്ക് ചെയ്യാനും സാധ്യത ഉണ്ടാവുക. കാരണം ഓഫ് സ്പിന്നറെ കൊണ്ടുവന്ന് അഭിഷേകിനെയോ ഇഷാനെയോ ഒക്കെ കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സഞ്ജുവിനെ ഓപ്പൺ ചെയ്യിക്കാനായിരിക്കും പ്ലാൻ എന്ന് വേണം കരുതാൻ. മറ്റൊന്ന്, ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങളാണ്. ഒന്ന്, റിങ്കു സിംഗിന് പകരം സഞ്ജു സാംസൺ ടീമിൽ വരുന്നു. മറ്റൊന്ന്, അക്ഷർ പട്ടേൽ ടീമിലേക്ക് വരികയാണ്. വൈസ് ക്യാപ്റ്റൻ കൂടിയായ അക്ഷർ പട്ടേൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ കളിച്ചിരുന്നില്ല. അത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നതാണ്. ഇപ്പോൾ അക്ഷർ പട്ടേൽ വരുന്നു, വാഷിംഗ്ടൺ സുന്ദർ പുറത്തിരിക്കുന്നു. അങ്ങനെ ടീം ബെസ്റ്റ് ടീമാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത് എന്ന് വേണം പറയാൻ. കാരണം സിംബാബ്വെ എതിരാളികൾ, അവർക്ക് ടോസ് കിട്ടുന്നു, അവർ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയാണ്, ഇന്ത്യ ബാറ്റിംഗിന് അയക്കുന്നു. അപ്പോൾ സൂര്യകുമാറിനോട് ചോദിക്കുന്നു, ഈ തീരുമാനത്തിൽ സന്തുഷ്ടനാണ്? അപ്പോൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്, ഇപ്പോൾ ബാറ്റിംഗ് തന്നെ കിട്ടുന്നു. അപ്പോൾ ശരിക്കും നല്ലൊരു സ്കോർ പടുത്തുയർത്തുക, സിംബാബ്വെ പ്രതിരോധത്തിലാക്കുക എന്നതായിരിക്കും ഭാരതത്തിന്റെ ലക്ഷ്യം എന്ന് വേണം കരുതാൻ. അപ്പോൾ സിംബാബ്വെ ഒരു തരത്തിലും ഭീഷണി ഉയർത്തില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി പുലർത്താൻ കഴിയുമോ? കാരണം സിംബാബ്വെ എതിരാളികളായി വരുമ്പോൾ ഭാരതത്തിന്റെ ആത്മവിശ്വാസം കൂടുന്നുണ്ടോ? അങ്ങനെയുണ്ടോ കൃഷ്ണരാജ്? സിംബാബ്വെ നമുക്കറിയാം, ഓസ്ട്രേലിയയും ശ്രീലങ്കയെയും പരാജയപ്പെടുത്തിയ ടീമാണ്. ഞാൻ അന്നും പറഞ്ഞതാണ്, സിംബാബ്വെ ഒരു ദുർബല ടീമല്ല. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ പൊസിഷനിലും മികച്ച താരങ്ങളെ വാർത്തെടുത്ത് ലോകകപ്പ് കളിക്കാൻ വന്ന ടീമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഓസ്ട്രേലിയയെ തോൽപ്പിക്കാനായത്. ഒരുപക്ഷെ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലും അട്ടിമറിച്ചു എന്ന് പറയാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ. പിന്നെ ആതിഥേയരായ ശ്രീലങ്കയെ കൂടി തോൽപ്പിക്കുകയാണ്. ഇന്ത്യക്കൊപ്പം ഈ ലോകകപ്പ് വേദി പങ്കിടുന്ന ശ്രീലങ്കയെ കൂടി തോൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് അട്ടിമറി എന്ന വാക്ക് ഉപയോഗിക്കാനാവില്ല. നല്ല ടീം എന്ന് തന്നെ നമുക്ക് അവർ പറയണം. ഇല്ലെങ്കിൽ അട്ടിമറി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വിജയങ്ങളുടെ തിളക്കം കുറയും. സ്വാഭാവികമായി സിംബാബ്വെ നേടിയത് 2 ഉജ്ജ്വല ജയങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെ അമ്പേ എല്ലാം പാളി. അപ്പോൾ അവരിപ്പോൾ സമ്മർദ്ദത്തിലാണ്. അത് മുതലാക്കാൻ ഭാരതത്തിലാകണം. കാരണം ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുമോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് സിംബാബ്വെ പോലൊരു എതിരാളികളെ കിട്ടുന്നത്. അതാകട്ടെ ബാറ്റിങ്ങിന് പറ്റിയൊരു ട്രാക്കിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ അവസരവും കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും മേൽക്കൈ ഭാരതത്തിന് തന്നെയാണ്. എന്നാലും സിംബാബ്വെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അവർ ദുർബലർ എന്ന് പറഞ്ഞോ അവരുടെ വിജയങ്ങൾ അട്ടിമറി എന്ന് പറഞ്ഞോ മാറ്റി നിർത്തുന്നത് ശരിയുമല്ല. അതെ, വ്യക്തമായ വിലയിരുത്തലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ് നൽകിയത്. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ സിംബാബ്വെക്കെതിരെ ഭാരതം ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. തുടർ മണിക്കൂറുകളിൽ ഈ ക്രിക്കറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാൻ കഴിയും.